വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ബീഫ് നല്ല തേങ്ങാ കൊത്തും മസാലയും ഒക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല തിക് ഗ്രേവിയാണ്, അതുകൊണ്ട് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും റൈസിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ബീഫ്, തേങ്ങാക്കൊത്ത്, കുഞ്ഞുള്ളി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, സബോള നീളത്തിലരിഞ്ഞത്, പച്ചമുളക് കീറിയത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കശ്മീരി മുളക് പൊടി, മീറ്റ് മസാല, ഉപ്പ്, വെളിച്ചെണ്ണ, നാരങ്ങാനീര്, കറിവേപ്പില. ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനായി അടുപ്പത്തൊരു കുക്കർ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം കുഞ്ഞുള്ളി അരിഞ്ഞതും 1 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി 75 ഗ്രാം തേങ്ങാക്കൊത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്യാം. ഇത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വഴറ്റാം. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന കണ്ടോ? ഈ സമയത്ത് കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വരെ വേവിക്കാം. 4ാമത്തെ വിസിൽ അടിച്ചു. ഇതിനെ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. കുക്കറിന്റെ സ്റ്റീമൊക്കെ പോയി. ഇത് കണ്ടോ? ബീഫ് ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട്. ഇതിനെ അടുപ്പത്ത് വെച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് കണ്ടോ? ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇതിന് നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി 3 സബോള നീളത്തിൽ അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പിടാം. ബീഫിൽ നേരത്തെ ഉപ്പ് ചേർത്തുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇതൊന്ന് ഇളക്കി 1 മിനിറ്റ് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി തുറന്നു വെച്ച് നന്നായി വഴറ്റിയെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് മിക്സ് ചെയ്യാം. ഇതിനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതിന്റെ മേളിൽ കുറച്ചുകൂടി കറിവേപ്പിലയും 1 ടീസ്പൂൺ നാരങ്ങാനീരും ഒഴിച്ച് മിക്സ് ചെയ്യാം.
ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി സെർവ് ചെയ്യാം. ഈ ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.